വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ പോളച്ചനെ ഫോൺ ചെയ്തിട്ട് രാജേശ്വരി പറയുകയാണ്, ഞാൻ രാജേശ്വരിയാണ്, സത്യഭാമയുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. സത്യാമ്മയ്ക്കെന്തോ പോളച്ചനോട് സംസാരിക്കണമെന്ന്. അതിനുശേഷം ഫോൺ സത്യഭാമയ്ക്ക് കൊടുക്കുകയാണ് രാജേശ്വരി. ഫോൺ സ്പീക്കറിലിട്ടാണ് സത്യഭാമ സംസാരിക്കുന്നത്. സത്യഭാമ പറയുകയാണ്, എനിക്കൊരു വിവരം അറിയണം, പറഞ്ഞോളൂ എന്ന് പോളച്ചൻ പറയുന്നു. പോളച്ചൻ ഞാൻ ചോദിക്കുന്നതിന് അതെ അല്ലെങ്കിൽ അല്ല എന്ന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. അന്നേരം വിനയത്തോടുകൂടി എന്താണാവോ എന്ന് പോളച്ചൻ ചോദിക്കുന്നു. സത്യഭാമ ചോദിക്കുകയാണ്, കുടുംബശ്രീ ശാരദയുടെ മകൾ ശാലിനി എൻ്റെ വീടിൻ്റെ ആധാരം പണയം വെച്ച് പോളച്ചൻ്റെ അടുത്ത് നിന്നും സ്വർണമോ പണയമോ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ? അല്ല, അത് സത്യാമ്മയെന്ന് പോളച്ചൻ പറയുമ്പോൾ എസ് ഓർ നോ എന്ന് സത്യഭാമ പറയുന്നു. സത്യഭാമയുടെ ഭാവമാറ്റത്തിൽ സന്തോഷിക്കുകയാണ് രാജേശ്വരിയും സുസ്മിതയും. വാങ്ങിച്ചിട്ടുണ്ട് സത്യാമ്മയെന്ന് പോളച്ചൻ പറയുമ്പോൾ ആകെ അന്തം വിടുകയാണ് സത്യഭാമ. രാഘവൻ നായരും അത് കേട്ട് അമ്പരക്കുന്നു. അന്നേരം സത്യഭാമ ശാരദാമ്മ അന്ന് വീട്ടിൽ വന്ന് കല്യാണം വിളിച്ചപ്പോൾ പയ്യനെന്താ ജോലി, കുറെ പണം മുടക്കണ്ടേ എന്നൊക്കെ രാഘവൻ നായർ ചോദിച്ചതും ശാരദാമ്മ മറുപടി പറഞ്ഞതും ഒക്കെയായ കാര്യങ്ങൾ ഓർക്കുന്നു. എന്താ സത്യാമ്മേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പോളച്ചൻ ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, ശാരദാമ്മയുടെ മകൾ ശാരികയുടെ വിവാഹം നടക്കുകയാണ് അവരുടെ വീട്ടുമുറ്റത്ത്. 10 മിനിറ്റിനുള്ളിൽ പോളച്ചൻ ആ പന്തലിൽ ഉണ്ടാകണം. എന്താ സത്യാമ്മയെന്ന് പോളച്ചൻ ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, വിളിക്കുന്നത് സത്യഭാമയാണ്. പോളച്ചൻ പന്തലിൽ ഉണ്ടായിരിക്കും എന്ന് ഉറച്ച സ്വരത്തിൽ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് സത്യഭാമ. ഇനി ഇതെന്ത് കുരിശാണാവോ എന്നും പറഞ്ഞ് പുറപ്പെടുകയാണ് പോളച്ചൻ. അതിനുശേഷം രാഘവൻ നായരോട് ഭാമ പറയുകയാണ്, ചതിച്ചതാരാണെന്ന് കണ്ടുപിടിക്കാൻ രാഘവേട്ട, നേരിട്ട് തന്നെ. അത് ശരിവെക്കുന്നു രാഘവൻ നായരും. അതിനുശേഷം സുസ്മിതയും കൂട്ടി പുറപ്പെടുകയാണ് സത്യഭാമ. സത്യഭാമയുടെ പുറകെ രാജേശ്വരിയും പുറപ്പെടുന്നു. അവർ പോയ ശേഷം എന്തോ ആലോചിച്ച് തീരുമാനിക്കുകയാണ് രാഘവൻ നായർ. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലെ കല്യാണ പന്തലിൽ ദാസനോട് ദേഷ്യപ്പെടുകയാണ് വിഷ്ണു. ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ആശാൻ എന്തിനാ വെപ്രാളപ്പെടുന്നതെന്നൊക്കെ ദാസൻ ചോദിക്കുന്നു. ദൈവമേ, ഞാൻ എന്തൊക്കെ ചെയ്യും, എന്തൊരു ടെൻഷനാ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു നിൽക്കുമ്പോൾ ഓടി വന്ന് കമലം പറയുകയാണ്, ആശാന് പായസം വന്നില്ല. വിഷ്ണു പറയുകയാണ്, പായസത്തിന്റെ കാര്യം എന്തിനാ ഇപ്പോൾ പറയുന്നത്, അതൊക്കെ സമയത്ത് എത്തിക്കോളും. അതേസമയം 2 പെൺകുട്ടികൾ വിഷ്ണുവിനെ ശ്രദ്ധിക്കുകയാണ്. ദേ നോക്കടി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ മറ്റേ കുട്ടി കൊള്ളാമെന്ന് പറയുന്നു. അപ്പോൾ കമലൻ ചോദിക്കുകയാണ്, ആശാനെ പായസം അത് നിനക്ക് ഞാൻ തരാം, നീ പോയി മറ്റേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്ന് കമലിനോട് പറയുകയാണ് വിഷ്ണു. അന്നേരം നോക്കിക്കൊണ്ടിരുന്ന കുട്ടികൾ ഒരാൾ പറയുകയാണ്, ആള് ജിമ്മാണെന്ന് തോന്നുന്നു. അതേസമയം വിഷ്ണു പായസം നിന്റെ അണ്ണാക്കിൽ, നീ അങ്ങോട്ട് ചെല്ലെന്നും പറഞ്ഞ് കമലനെ പറഞ്ഞു വിടുന്നു. തുടർന്ന് കാണിക്കുന്നത് ശാരികയെ ഒരുക്കുകയാണ്. ശാന്തയും രാജിയും ശാരികയും ശ്യാമയും ചേർന്ന്. അതേസമയം എല്ലാവരും കാപ്പി കുടിച്ചോന്ന് നോക്കണേന്നും പറഞ്ഞ് രാജിയെ ഏൽപ്പിക്കുകയാണ് ശാരദാമ്മ. ശാരദാമ്മ വന്ന് ശാലിനിയോട് പറയുകയാണ്, ഇവിടെ എന്തായി, പന്തലിലെ കാര്യങ്ങൾ എന്തായെന്ന് നീ പോയി ഒന്ന് നോക്കിക്കേ. അന്നേരം ശാലിനി പറയുകയാണ്, ഞാൻ എന്ത് നോക്കാനാണ്, അവിടെ സൂപ്പർവൈസർ സാറുണ്ടല്ലോ. ഈ പെണ്ണിൻ്റെ ഒരു കാര്യമെന്ന് ശാരദാമ്മ പറയുമ്പോൾ ചിരിക്കുകയാണ് ശാലിനിയും ശ്യാമയും. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീയിലേക്ക് കാറിൽ വരുന്ന സത്യഭാമയെയും സുസ്മിതയുമാണ്. ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് സത്യഭാമ. സുസ്മിത പറയുകയാണ്, ഒന്ന് വേഗം അവിടെ എത്തണം ആൻറ്റി, നമുക്ക് താലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പൊന്നും പണവും ഒക്കെ ചെറുക്കൻ കൂട്ടരുടേതാണ്. അത് കൊള്ളയടിച്ചതാണോ മോഷ്ടിച്ചതാണോ എന്നൊന്നും അവരറിയേണ്ട കാര്യമല്ലല്ലോ. ഇതെല്ലാം മൂളി കേൾക്കുകയാണ് സത്യഭാമ. ആധാരം പണയം വെച്ച് പോളച്ചൻ്റെ കയ്യിൽ നിന്നും എത്ര രൂപയാണ് വാങ്ങിയതെന്ന് ആൻറ്റി ചോദിച്ചില്ലല്ലോ. ശാലിനി ആയതുകൊണ്ട് ആ സ്വർണ്ണക്കട തന്നെ എഴുതി വാങ്ങിക്കാനും മതി. അയാൾ കൊടുക്കുകയും ചെയ്യും. സത്യഭാമയുടെ കോടികൾ മതിക്കുന്ന ഭൂമിയല്ലേ അയാളുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളെ കൊണ്ടിനി ആ വീട് തിരിച്ചെടുക്കാൻ പറ്റുമോ ആവോ. ഭീമമായ തുകയാണ് ശാലിനി വാങ്ങിച്ചതെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് സത്യഭാമയ്ക്ക് എരികേറ്റുകയാണ് സുസ്മിത. അവൾ ഒരു നല്ല തുക തന്നെ വാങ്ങിച്ചിട്ടുണ്ടാകും. പോളച്ചൻ വന്ന് അവിടെ നിന്നും നമ്മൾ ഇറങ്ങേണ്ടി വന്നാൽ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ഇതൊക്കെ കേട്ട് ആകെ ദേഷ്യപ്പെട്ടിരിക്കുന്നു സത്യഭാമ. ശാരിക മാത്രമല്ലല്ലോ, ഇളയതൊന്നുകൂടിയില്ലേ, അതിനെ കൂടി കെട്ടിച്ചു വിടണ്ടേ. ഇക്കാലത്ത് വിഷ്ണുവേട്ടനെ പോലെ ധർമ്മക്കെട്ടിനെ വേറെ ആരും തയ്യാറാകില്ലല്ലോ. പിന്നെ അവളുടെ അമ്മ, അവരുടെ വിശ്രമ ജീവിതത്തിനുള്ള പണം കൂടി ചിലപ്പോൾ അവൾ വാങ്ങിച്ചിട്ടുണ്ടാകും. അഷ്ടിക്ക് വകയില്ലാത്തതിനെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചാൽ ഇതായിരിക്കും ആൻറ്റി അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് സുസ്മിത കാറിലിരുന്ന്. ഇതിപ്പോൾ ആൻറ്റിക്ക് വലിയ നാണക്കേടായില്ലേ. എല്ലാവർക്കും പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആൻറ്റിക്കിപ്പോൾ പോളച്ചൻ്റെ വീട്ടിൽ നമ്മുടെ ആധാരം പണയം വെച്ച് കടം വാങ്ങിക്കേണ്ട അവസ്ഥ വന്നില്ലേ.
സത്യഭാമ പാപ്പരായെന്നല്ലേ അതിൻ്റെ അർത്ഥം? പിന്നെ കടം വാങ്ങിച്ച ആരെങ്കിലും കാശ് തിരികെ തരുമോ? ആൻറ്റിയുടെ കച്ചവടം പൂട്ടിക്കാൻ കൂടി വേണ്ടി അവൾ ചെയ്ത പണിയായിരിക്കും ആൻറ്റി ഇത്. ഇതിനൊന്നും ഉത്തരമില്ലാതെ ദേഷ്യപ്പെട്ടു തന്നെ ഇരിക്കുന്നു ഭാമ. തുടർന്ന് കാണിക്കുന്നത് പോളച്ചനും കുടുംബശ്രീ വീട്ടിലേക്ക് കാറിൽ പോവുകയാണ്. ഒന്ന് വേഗം വിടടോ, ആ സത്യഭാമ എന്തിനാണ് കുടുംബശ്രീയിലേക്ക് വിളിപ്പിച്ചതെന്ന് ഒരു ഐഡിയയും ഇല്ല എന്നൊക്കെ ഡ്രൈവറോട് പോളച്ചൻ പറയുന്നുണ്ട്. വീണ്ടും കാണിക്കുന്നത് പന്തലിൽ നിൽക്കുന്ന വിഷ്ണുവിനെയും പുറകിൽ നോക്കി നിൽക്കുന്ന പെൺകുട്ടികളെയുമാണ്. കമലം വന്ന് വിഷ്ണുവിനോട് പറയുകയാണ്, ആശാനെ ആ ദാസനെ അവിടെ എങ്ങും കാണാനില്ല. അന്നേരം വിഷ്ണു പറയുകയാണ്, എടോ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ദാസനെ ഞാൻ ഒരു സ്ഥലത്തേക്ക് വിട്ടിരിക്കുകയാണെന്ന്. അതേസമയം അകത്തു നിന്നും തട്ടത്തിൽ കുറച്ച് പൂവുമായി പുറത്തേക്ക് വരികയാണ് ശാലിനി. ആ കുട്ടികളെ ശ്രദ്ധിച്ച് ശാലിനി വന്ന വഴിക്ക് തന്നെ നിൽക്കുകയാണ്. ആ കുട്ടികൾ പറയുകയാണ്, നോക്കടി നല്ല ഹാൻസം ആയിട്ടുണ്ട്, ഫിലിം സ്റ്റാറിനെ പോലെ ഉണ്ടല്ലേ എന്ന് അവർ പറയുമ്പോൾ വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് ഇയാളോ എന്ന് കരുതുകയാണ് ശാലിനി. നമ്മൾ ഈ ചുറ്റുവട്ടത്തൊക്കെ കിടന്ന് കറങ്ങിയിട്ടും ഇത്രയും നാളായിട്ടും ഇയാളെ കണ്ടില്ലല്ലോ. ആ കുട്ടി അങ്ങനെ പറയുമ്പോൾ ശാലിനി കരുതുകയാണ്, കണ്ടിരുന്നെങ്കിൽ നീ അങ്ങ് തകർത്തേനെ. അതേസമയം വിഷ്ണുവിൻ്റെയും കമലിൻ്റെയും അടുത്ത് ദാസം വന്ന് പറയുകയാണ് കമലനോട്, നീ ആ സ്റ്റേജിലേക്ക് ഒന്ന് ചെന്നേ, ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കേ എന്നും പറഞ്ഞ് കമലനെ പറഞ്ഞു വിടുന്നു. തുടർന്നൊരു പെൺകുട്ടി പറയുകയാണ്, നീ ആ മസിലൊന്ന് നോക്കിക്കേ, ആള് ജിമ്മാണെന്നാണ് തോന്നുന്നത്. ഇത് കേട്ട് അയ്യട എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ ഒന്ന് അടിമുടി ശ്രദ്ധിക്കുകയാണ് ശാലിനി. വീണ്ടും ആ കുട്ടികൾ പറയുകയാണ്, ഒന്ന് ലൈനടിക്കാൻ തക്ക മുതലൊക്കെ ഉണ്ട് കേട്ടോ. വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് ശാലിനി കരുതുകയാണ്, നിന്റെയൊക്കെ കണ്ണിൽ എന്താടി കുരുവാണോ? അതേസമയം വിഷ്ണു ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. വീണ്ടും ആ കുട്ടികൾ പറയുകയാണ്, ഇനി കക്ഷിക്ക് ഏതെങ്കിലും പ്രേമമോ മറ്റോ ഉണ്ടായിരിക്കുമോ? ഇത്രയും സുന്ദരനായ ഒരു പയ്യന് പ്രേമമുണ്ടാകാതിരിക്കാൻ ഒരു സാധ്യതയും ഇല്ലടി എന്ന് ഒരു കുട്ടി പറയുന്നു. ചുരുങ്ങിയത് ഒരു 10-20 പെൺകുട്ടികളെങ്കിലും പിന്നാലെ നടക്കുന്നുണ്ടായിരിക്കും. അതേസമയം ഇവരുടെ സംസാരവും ശാലിനിയും ഒക്കെ കാണുകയാണ് ദാസൻ. വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് ശാലിനി കരുതുകയാണ്, ഓഹോ അത്രയ്ക്ക് സൗന്ദര്യമോ, എന്നിട്ട് ഞാൻ ഇതുവരെ നോക്കിയിട്ട് ഒന്നും കണ്ടില്ലല്ലോ. സുന്ദരനാണെങ്കിൽ ശാലിനിക്ക് അതൊരു ക്രെഡിറ്റാണ്. ഈ സുന്ദര പുരുഷൻ എൻ്റെ പിന്നാലെയല്ലേ വന്നത് എന്നൊക്കെ ചിന്തിക്കുന്നു ശാലിനി. എന്നിട്ടും ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടു, അതാ ശാലിനി. അതേസമയം അതിലൊരു കുട്ടി ചോദിക്കുകയാണ്, ഇയാളിനെ കല്യാണം കഴിച്ചതായിരിക്കുമോ? അപ്പോൾ മറ്റേ കുട്ടി പറയുന്നു, ഇല്ല, അമ്മയ്ക്ക് ഇയാളെ ശാരദാമ്മ പരിചയപ്പെടുത്തിയത് മരുമകനാണെന്നാണ്. ചിലപ്പോൾ വകയിലുള്ള ആങ്ങളമാരുടെ ആരുടെയെങ്കിലും മകനും ആയിരിക്കും. അപ്പോൾ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് ചുരുക്കമെന്ന് അവർ പറയുമ്പോൾ ശാലിനി കരുതുകയാണ്, ചെല്ല്, കല്യാണം കഴിച്ച് അയാളുടെ വീട്ടിലേക്ക് ചെന്ന് കയറിക്കൊടു, നിനക്കൊക്കെ താങ്ങാൻ പറ്റിയ നല്ല ബെസ്റ്റ് വീടാണ്. അതേസമയം ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന വിഷ്ണു, ഞാൻ വിളിച്ചോളാം, ശരി ശരിയെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. പക്ഷെ ദാസൻ അപ്പോഴും ആ കുട്ടികളെയും ശാലിനിയെയും വിഷ്ണുവിനെയും ഒക്കെ മാറി മാറി ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ദാസൻ പറയുകയാണ്, ആശാനെ ചെറിയൊരു പ്രശ്നമുണ്ട്. അന്നേരം മുണ്ടൊക്കെ മടക്കി കുത്തി വിഷ്ണു പറയുകയാണ്, എന്തു പ്രശ്നമാടാ, പറയടാ. അന്നേരം ദാസൻ പറയുകയാണ്, സൂക്കേടുള്ള പ്രശ്നമാണ് ആശാന്റെ, അങ്ങോട്ടൊന്ന് നോക്കിക്കേ, 2 കിളികൾ. അത് കേട്ട് വിഷ്ണു ആകാശത്തേക്ക് നോക്കുകയാണ്. ദാസൻ പറയുകയാണ്, മൂഡ് പോയി, ആകാശത്തേക്കല്ല ആശാനെ, ദേ വരാന്തയിലേക്ക് നോക്ക്. മനസ്സിലാകാതെ വിഷ്ണു നിൽക്കുമ്പോൾ ദേ അങ്ങോട്ട് നോക്കെന്നും പറഞ്ഞ് കുട്ടികൾ നിൽക്കുന്ന ഭാഗത്തേക്ക് കാണിക്കുകയാണ് ദാസൻ. ഇത് വിതയ്ക്കുകയും കൊയ്യുകയും ഒക്കെ ചെയ്യുന്ന കിളികളാണെന്ന് ദാസൻ പറയുന്നു. ചിലപ്പോൾ ആശാനെ കൊത്തിപ്പറക്കാനും മതി, കുറെ നേരമായി ലൈൻ വലിക്കാൻ തുടങ്ങിയിട്ട്. അതും ഡബിൾ ലൈൻ എന്ന് പറഞ്ഞ് ദേ നോക്കെന്ന് പറയുകയാണ് വിഷ്ണുവിനോട്. അന്നേരം അവിടേക്ക് വന്ന കമലന്റെ മുഖം പിടിച്ച് തിരിക്കുകയാണ് ദാസൻ. അവരെ ഒന്ന് നോക്കിയിട്ട് ചിരിച്ച് വിഷ്ണു പറയുകയാണ്, ദേ ഒരിക്കൽ ഏട്ടത്തി എന്നെ നോക്കുന്നുണ്ട്, നീയൊക്കെ എന്നെ അന്ന് ഉന്തിയും മരം കയറ്റിപ്പിച്ചതൊക്കെ ഇപ്പോഴും ഞാൻ മറക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പോരേടാ അടുത്തത്, അതും 2 എണ്ണം എന്ന് പറഞ്ഞ് ദാസനെയും കമലിനെയും നോക്കി പല്ലിറുമുകയാണ് വിഷ്ണു. അന്നേരം ദാസൻ പറയുകയാണ്, ഞാൻ കരുതിയതേ ഏട്ടത്തിയമ്മയ്ക്ക് ആശാനോട് കാര്യമായ ഒരു പരിഗണന ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കിതൊരു ചതുഷ്കോണ പ്രണയകഥ ആക്കാം എന്നാണ്. അപ്പോൾ ഏട്ടത്തിയമ്മയ്ക്ക് കൂടുതൽ വാശി കൂടുകയും ചെയ്യും, പിന്നെ ആശാനെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുകയും ചെയ്യും. അന്നേരം കൈ ചുരുട്ടി പിടിച്ച് മുഖത്ത് ചിരി വരുത്തി വിഷ്ണു പറയുകയാണ്, ഇതേ എൻ്റെ ശാലിനിയുടെ ചേച്ചി ശാരികയുടെ കല്യാണ പന്തലായിപ്പോയി, ഇല്ലെങ്കിൽ നിന്റെ മൂക്കിടിച്ച് ഞാൻ ഇപ്പോൾ പരത്തിയേനെ. അതേസമയം പുറകിൽ നിന്നതിൽ ഒരു പെൺകുട്ടി പറയുകയാണ്, നമുക്കൊന്ന് മുട്ടി നോക്കിയാലോടി. മറ്റേ കുട്ടി പറയുകയാണ്, ഞാൻ എപ്പോഴേ റെഡി. അവർ മുറ്റത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവരെ തടഞ്ഞ് ശാലിനി ചോദിക്കുകയാണ്, കുറെ നേരമായല്ലോ വെള്ളമിറക്കാൻ തുടങ്ങിയിട്ട്, തിന്നാനും കുടിക്കാനും ഒക്കെയുള്ളത് അടുക്കളയിലുണ്ട്, അങ്ങോട്ട് ചെല്ല്.
ശാലിനി അവരോട് അങ്ങനെ പറയുന്നതൊക്കെ വിഷ്ണു കാണുകയാണ്. അന്നേരം ആ കുട്ടികൾ പറഞ്ഞുകൊണ്ട് പോവുകയാണ്, ഇവൾക്കിത് എന്തിൻ്റെ സൂക്കേടാണ്, അസൂയയാണ്, ഞാൻ എന്താ അത്രയ്ക്ക് മോശമാണോ എന്ന് ശാലിനി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു നോക്കുകയാണ്. വിഷ്ണു അത് കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ദേഷ്യപ്പെട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വരികയാണ് ശാലിനി. ശാലിനിയുടെ ആ ഭാവം കണ്ട് ചിരിച്ച് വിഷ്ണു ചോദിക്കുകയാണ്, എന്താ അവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, താനായിട്ട് കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതിയെന്ന് ശാലിനി പറയുന്നു. ആ സമയത്ത് തന്നെ തിരുമേനി വന്ന് ശാലിനിയോട് പറയുകയാണ്, കുട്ടി ശാരദാമ്മയോട് പറഞ്ഞോളൂ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കളയാൻ. അന്നേരം ശാലിനിയെ പറഞ്ഞയക്കാനുള്ള തിടുക്കത്തിൽ പൊയ്ക്കോളൂ, പോയി പറഞ്ഞോളൂ എന്ന് പറയുകയാണ് വിഷ്ണു. ശാലിനി അകത്തേക്ക് കയറാൻ തുടങ്ങിയ ശേഷം വാതിൽക്കൽ നിന്ന് വിഷ്ണുവിനെ ഒന്നങ്ങനെ നോക്കുകയാണ്. വിഷ്ണുവും കുറച്ചുനേരം അങ്ങനെ നോക്കി നിൽക്കുന്നു. വിഷ്ണു ചിരിച്ച് മനസ്സിൽ കരുതുകയാണ്, അപ്പോൾ വേറെ ആർക്കും എന്നെ വിട്ടുകൊടുക്കില്ല എന്നൊരു വാശിയൊക്കെ ഉണ്ട്. സ്വന്തമാക്കി വയ്ക്കണം എന്നുള്ള ആ മോഹത്തിനല്ലേ മോളെ സ്നേഹമെന്ന് പറയുന്നത്. അത്രയും പറഞ്ഞ് ശാലിനി പോയ വഴിയെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് ശാരികയെ ഒരുക്കുന്ന ശ്യാമ പറയുകയാണ്, ഒന്ന് അടങ്ങിയിരിക്കു ചേച്ചി, മതിയടിയെന്ന് ശാരിക പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, കുറച്ചുകൂടി സുന്ദരിയായെന്ന് വെച്ച് ഒരു കുഴപ്പവും ഇല്ല. രാജീവ് സാർ ശാരികേച്ചിക്ക് മാർക്കിടുമ്പോൾ കുറഞ്ഞു പോകാൻ പാടില്ല. അതേസമയം ശാലിനി വന്ന് ശാരദാമ്മയോട് പറയുകയാണ്, അമ്മേ കണിമംഗലം തിരുമേനി എത്തി, ചടങ്ങുകളൊക്കെ തുടങ്ങിക്കോളാൻ പറഞ്ഞു. സുന്ദരിക്കുട്ടി വന്നേന്നും പറഞ്ഞ് ശാരികയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് ശാലിനി. അവർ പോയ ശേഷം ശാരദാമ്മ വിഷമിക്കുകയാണ്, ഇത് കാണാൻ ഗോപാലേട്ടനും കൂടി വേണ്ടതായിരുന്നു. അതേസമയം കുടുംബശ്രീ വീട്ടിൻ്റെ ഗേറ്റിന് പുറത്ത് വന്ന് നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. ഗേറ്റിന് പുറത്തു നിന്നുകൊണ്ട് തന്നെ എല്ലാം നോക്കി സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അന്നേരം കുറുപ്പ് സാറിനെ പന്തലിൽ കാണുമ്പോൾ ഗോപാലകൃഷ്ണൻ അന്നൊരിക്കൽ കുറുപ്പ് സാർ ഫോൺ വിളിച്ച് സഹകരണ സംഘത്തിൽ പൈസ ഇട്ട കാര്യം ചോദിച്ചതൊക്കെ ഓർക്കുന്നു. അന്ന് കുറുപ്പ് സാറിനോട് അങ്ങനെ ദേഷ്യപ്പെട്ടതിൽ വിഷമിക്കുകയാണിപ്പോൾ ഗോപാലകൃഷ്ണൻ. കുറുപ്പ് സാർ അവിടെ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട്. അതേസമയം ശാരികയെ കല്യാണ പന്തലിലേക്ക് ശാലിനി കൊണ്ടുവരുന്നത് കണ്ട് സന്തോഷിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അന്നേരം ഗോപാലകൃഷ്ണൻ ഓർക്കുകയാണ്, ഒരിക്കൽ ശാരിക വന്ന് ഞാനൊരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അച്ഛൻ തന്നെ എൻ്റെ കൈപിടിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞപ്പോൾ നടക്കില്ല കൊച്ചെ എന്ന് പറഞ്ഞ് ശാരികയെ പരിഹസിച്ചു വിട്ടതൊക്കെ. തുടർന്ന് ശാലിനി കല്യാണ പന്തലിൽ ഓരോരുത്തരുടെ അനുഗ്രഹം വാങ്ങുന്നതൊക്കെ നോക്കി കണ്ണു നിറഞ്ഞ് ഗേറ്റിന് പുറത്തു തന്നെ നിൽക്കുന്നു ഗോപാലകൃഷ്ണൻ. തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ആ സന്തോഷം കണ്ട് മനസ്സ് നിറഞ്ഞു ചിരിക്കുകയാണ് പുറത്തു നിൽക്കുന്ന ഗോപാലകൃഷ്ണൻ. അതേസമയം രാജീവും കൂട്ടരും വരുന്ന വണ്ടി അവിടേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഗേറ്റിന്റെ മുന്നിൽ നിന്നും മാറി ദൂരേക്ക് ഒളിഞ്ഞു നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. വണ്ടി വരുന്നത് കണ്ട് ശങ്കരേട്ടൻ ശാരദാമ്മയെ ദേ ചെക്കനും കൂട്ടരും എത്തിയെന്ന് പറയുമ്പോൾ അവരെ സ്വീകരിക്കാനായി പുറത്തേക്ക് വരികയാണ് ശാരദാമ്മയും വിഷ്ണുവും ശാലിനിയും ഒക്കെ. ദേ ആള് വന്നു കേട്ടോ എന്ന് ശാരികയോട് പറയുമ്പോൾ നാണം കൊണ്ട് ചിരിച്ചു നിൽക്കുകയാണ് ശാരിക. രാജീവിനെ സ്വീകരിക്കാൻ തയ്യാറായി എല്ലാവരും നിൽക്കുമ്പോൾ വന്ന ഒരാൾ ചോദിക്കുകയാണ്, കുറുപ്പ് സാറിനെ ചൂണ്ടി, ഇതാണോ പെണ്ണിൻ്റെ അച്ഛൻ? അല്ല, ഇത് അവളുടെ മാഷാണെന്ന് അത് കേട്ട് ശാരദാമ്മ പറയുന്നു. എനിക്കിദ്ദേഹം സഹോദരനെ പോലെയാണ്. അത് കേട്ട് വിഷമിച്ച് ഇതൊക്കെ കേട്ട് നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. വീണ്ടും അവർ ചോദിക്കുകയാണ്, അപ്പോൾ ചെറുക്കനെ സ്വീകരിക്കുന്ന ചടങ്ങിൽ അച്ഛൻ ഉണ്ടാകില്ലേ? പെണ്ണിൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടാ എന്നാണല്ലോ പറഞ്ഞത്. ഇത് കേട്ട് ഗോപാലകൃഷ്ണൻ കരുതുകയാണ്, ഞാൻ അങ്ങോട്ട് ചെന്നാൽ അത് രാജേശ്വരി അറിയും, അതുകൊണ്ട് അത് വേണ്ട. അന്നേരം ശാരദാമ്മ പറയുകയാണ്, ഞങ്ങൾ വിജയലക്ഷ്മിയോടും കൃഷ്ണൻകുട്ടി ചേട്ടനോടും ഞങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെ ശാരദാമ്മേ, പക്ഷേ ബന്ധുക്കൾ ഓരോരുത്തരും ഓരോ രീതിയല്ലേ എന്ന് വിജയലക്ഷ്മി പറയുന്നു. പഴമക്കാരോട് പറഞ്ഞാൽ പലതും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. ശാരദാമ്മയുടെയും ശാലിനിയുടെയും വിഷമം കണ്ട് വിഷ്ണു പറയുകയാണ്, അതെ, അച്ഛൻ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. ആ സ്ഥാനത്ത് ആങ്ങളെയോ ശാരദാമ്മയുടെ മറ്റു ബന്ധുക്കളോ ആരെങ്കിലും പോരെ? സഹോദരനായാലും പോരെ? അങ്ങനല്ലേ ശാസ്ത്രം മാഷയെന്ന് വിഷ്ണു ചോദിക്കുന്നു. അന്നേരം കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുകയാണ്, അതിന് കുട്ടിക്ക് സഹോദരനില്ലല്ലോ. അത് കേട്ട് മുന്നോട്ട് വന്ന് വിഷ്ണു പറയുകയാണ്, ഉണ്ടല്ലോ, ഈ ഞാൻ തന്നെ. അത് കേട്ട് ശാരദാമ്മയും ശാലിനിയും ഗോപാലകൃഷ്ണനും രാജീവും ഒക്കെ സന്തോഷിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, ശാരികയുടെ അനിയത്തി ശാലിനിയുടെ ഭർത്താവാണ് ഞാൻ. അനിയത്തിയുടെ ഭർത്താവ് ഒരു തരത്തിൽ സഹോദരൻ തന്നെയല്ലേ? എന്തു പറയുന്നു മാഷയെന്ന് ചോദിക്കുമ്പോൾ കുറുപ്പ് സാർ പറയുകയാണ്, 100% ശരിയാണ്. എന്താ അമ്മാവാന്ന് കൃഷ്ണൻകുട്ടിയോടും ചോദിക്കുമ്പോൾ മൂളുകയാണ് കൃഷ്ണൻകുട്ടിയും. അന്നേരം വിഷ്ണു പറയുകയാണ്, എങ്കിൽ ചടങ്ങ് നടക്കട്ടെ.
പോയി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വാടാന്ന് ദാസനോടും കമലിനോടും വിഷ്ണു പറയുകയാണ്. അന്നേരം പലകയും വെള്ളവുമൊക്കെയായി വരികയാണ് ദാസനും കമലനും. പലക തറയിൽ വെച്ച ശേഷം വിഷ്ണു തറയിലിരിക്കുകയാണ്. എന്നിട്ട് രാജീവിനെ നോക്കുമ്പോൾ രാജീവ് ചുറ്റുമൊക്കെ നോക്കിയിട്ട് അന്ന് നിശ്ചയത്തിനുണ്ടായ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു. രാജീവ് നോക്കി നിൽക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, കേറളിയ. അന്നേരം രാജീവ് പലകയിലേക്ക് കയറി നിൽക്കുകയാണ്. വിഷ്ണു കിണ്ടിയിൽ വെള്ളം രാജീവിൻ്റെ കാലുകളിലേക്ക് ഒഴിക്കുന്നു. രാജീവിൻ്റെ കാല് കഴുകിയ ശേഷം രാജീവ് പലകയിൽ നിന്നും താഴേക്കിറങ്ങുന്നു. അത് കഴിഞ്ഞ് ശാരദാമ്മ പറയുകയാണ്, എന്നാൽ എല്ലാവർക്കും പന്തലിലേക്ക് ഇരിക്കാം. സാറ് വാ എന്ന് പറഞ്ഞ് വിഷ്ണു രാജീവിനെ അകത്തേക്ക് സ്വീകരിക്കുകയാണ്. എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം വിഷ്ണുവും ശാലിനിയും മാത്രമാവുകയാണ്. ശാലിനി അന്നേരം സ്നേഹത്തോടു കൂടി വിഷ്ണുവിനെ നോക്കുന്നു. വിഷ്ണു നോക്കിയ ശേഷം പെട്ടെന്ന് മുഖമങ്ങ് തിരിക്കുകയാണ്. പക്ഷെ ശാലിനി വിഷ്ണുവിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്നു. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.